നമുക്കിപ്പോൾ സോഫ്റ്റ്വെയർ ബിസിനസ്സിലെ 2 ഐറ്റം മോഡലാണ് പ്രധാനപ്പെട്ടത്. ഒന്ന് സർവീസ് ബേസ്ഡും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ബേസ്ഡും. ഈ സർവീസ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ കസ്റ്റമർ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കും, അവരുടെ റിക്വയർമെൻറ്റും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട്. പക്ഷേ അതൊരു ലാർജ് സ്കെയിലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല മാൻ പവേഴ്സും കാര്യങ്ങളും വേണം, പിന്നെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റൂല എന്നുള്ളതാണ്. പക്ഷേ പ്രോഡക്റ്റ് ബേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാർജ് സ്കെയിൽ വേൾഡ് വൈഡ് ഫ്യൂ സെക്കൻഡ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ബേസ് അവർക്ക് യൂസ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. പക്ഷെ അതിൻ്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത് ഏതൊരു നമ്മൾ ഗ്ലോബലൈസ്ഡ് ഒരു മോഡലായിരിക്കും പ്രോഡക്റ്റ് ബേസ്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ആവശ്യമുള്ളതും ഉണ്ടാവും, ചിലപ്പോൾ ആവശ്യമില്ലാത്തതും ഉണ്ടാവും. പക്ഷേ സർവീസ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മളെ എന്താണോ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് അത് ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. അതാണ് ഇതിലെ മേജറായിട്ട്. പക്ഷേ പ്രോഡക്റ്റ് ബേസ്ഡ് നമുക്ക് വേൾഡ് വൈഡ് ഒരു ബ്രാൻഡാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ടോട്ടലെക്സും നമ്മളെന്താണ് ഒരു പ്രോഡക്റ്റ് ബേസും കൂടി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.